കോട്ടയത്തെ വൻ തോൽവിക്ക് പിന്നാലെ വോട്ട് ചോർച്ച മറയ്ക്കാൻ ബി.ജെ.പിക്കെതിരെ ആരോപണവുമായി എൽ.ഡി.എഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് കച്ചവടം നടത്തിയെന്നത് എൽ.ഡി.എഫിലെ തമ്മിൽ തല്ല് മറയ്ക്കാനുള്ള കള്ളപ്രചാരണമാണെന്ന് ബി.ജെ.പിയും പറയുന്നുണ്ട്. മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും യു.ഡി.എഫ് മുന്നേറ്റമുണ്ടാക്കാൻ കാരണം ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ബി.ജെ.പി ആവശ്യപ്പെടുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ എൽ.ഡി.എഫിനൊപ്പം ചേർന്ന ശേഷം നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു കോട്ടയം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ആ കോട്ടയം മണ്ഡലം പോലും കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യം. ജോസ് കെ മാണി അരക്കില്ലത്തിൽ പെട്ടോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വോട്ട് കച്ചവടം നടന്നു എന്നൊക്കെ തന്നെ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട് എൽ.ഡി.എഫ്. എന്തായാലും തകർച്ചയിലെ വക്കീലെത്തിയിട്ടും എന്താണ് തകരാനുള്ള കാരണം എന്ന് പരിശോധിക്കാതെ പരസ്പരം ആരോപണം ഉന്നയിക്കുക തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത്? രജനി, കോട്ടയത്തെ ഇടതുമുന്നണിയുടെ പരാജയം സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് വന്നിട്ടും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കോട്ടയത്തുണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ തന്നെ ബി.ജെ.പിക്ക് 3% വോട്ട് വർധന, എൻ.ഡി.എക്ക് 3% വോട്ട് വർധന ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ബി.ജെ.പി വോട്ട് കച്ചവടം നടത്തിയെന്ന ഒരു പ്രസക്തിയുമില്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണി രംഗത്തെത്തുന്നത്. CPM ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഈ ആരോപണവുമായി രംഗത്തെത്തുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ മന്ത്രി VN വാസവൻ്റെ മണ്ഡലത്തിലടക്കം വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് ഇടതുമുന്നണിക്കുണ്ടായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ ക്ഷീണം മറയ്ക്കാനുള്ള ഒരു തന്ത്രമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചേർന്ന് ബി.ജെ.പി വോട്ട് കച്ചവടം നടത്തിയെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് CPMൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു തോൽവി ഉണ്ടായതിൻ്റെ ആ ക്ഷീണം മറയ്ക്കുന്നതിനുള്ള ശ്രമമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് കൃത്യമായ മറുപടിയുമായി ബി.ജെ.പി ജില്ലാ പ്രസിഡന്റും രംഗത്തെത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം തന്നെയാണ് ഇടതുമുന്നണിയിൽ കോട്ടയത്ത് നിലനിൽക്കുന്നതും. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ഇടതുമുന്നണിക്കും ഈ ഒരു ഇവരുടെ മുന്നണിയിലേക്കുള്ള വരവിന് ശേഷം നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലാണ് നിലനിൽക്കുന്നത്. കാരണം മാണി ഗ്രൂപ്പ് KM മാണിയുടെ മകൻ ജോസ് കെ മാണി മത്സരിച്ചിട്ട് നിയമസഭയിലേക്ക് പരാജയപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയം ഏറ്റുവാങ്ങുന്നു. ഈ രീതിയിൽ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം മാത്രമാണുള്ളത്. എന്നാൽ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടെ വന്നിട്ടും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഇടുക്കി മണ്ഡലത്തിൽ അടക്കവും LDFന് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുന്നു, പരാജയം ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ മുന്നണി ബന്ധം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇപ്പോൾ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള തർക്കം മുറുകി വരുന്നു. CPI ശക്തമായി തന്നെ സീറ്റ് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങളില്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ നിന്നും എല്ലാം മറച്ചു പിടിക്കുന്നതിനുള്ള ഒരു ശ്രമമായി തന്നെയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണത്തെ വിലയിരുത്തപ്പെടുന്നതും. രജനി, തീർച്ചയായിട്ടും എന്തായാലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ UDFന് ലീഡ് ലഭിച്ചു എന്നുള്ളൊരു കാര്യം വസ്തുതയാണ്. പ്രവർത്തകർ നേതൃത്വത്തിനും ഒക്കെ തന്നെ നൽകുന്ന സൂചന കൂടിയാണിത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, സുധീഷ്, നമുക്കിവിടെ നോക്കിക്കാണേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ പാർട്ടി MP ആയിരുന്ന തോമസ് ചാഴിക്കാടിനെ അപമാനിച്ചത്, അതൊക്കെ തന്നെ വലിയ വിലയിരുത്തലുകളായി പ്രവർത്തകർ പറയുന്നുമുണ്ട്. രജനി, എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നാക്കുപിഴവും അതോടൊപ്പം തന്നെ ഇത്തരം വലിയ രീതിയിലുള്ള മുഷ്കും അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ, വോട്ടർമാർക്ക് മുമ്പിൽ തന്നെ CPM നേതാക്കൾ പ്രകടിപ്പിക്കുമ്പോഴുണ്ടാവുന്ന തിരിച്ചടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു സമീപനം ഉണ്ടായപ്പോൾ ആലത്തൂർ അത് വലിയ തിരിച്ചടിയായിരുന്നു. അതിനുമുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം കൊല്ലത്ത് പ്രേമേന്ദ്രനെ സഹായിച്ചിരുന്നു. അതിന് സമാനമായ അവസ്ഥ തന്നെയാണ് കോട്ടയത്തും ഉണ്ടാകുന്നത്. ഇത്തരം തിരിച്ചടികൾ അത് അവർക്ക് വന്നു പോകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിൻ്റെ തുടർച്ച ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇടതു മുന്നണിക്കകത്ത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച, അത് ശക്തി കേന്ദ്രങ്ങളിലടക്കം, അത് കേവലം കോട്ടയം മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളം തന്നെ അത്തരമൊരു വോട്ട് ചോർച്ച ഉണ്ടാകുന്നു. നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പാർട്ടിയിൽ പെടുന്നവർ പോലും പാർട്ടിക്കെതിരെ
എതിരായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് പിണറായി സർക്കാരിനോടുള്ള വലിയ അമർഷം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് ഉണ്ടാകുന്ന അപജയത്തോടുള്ള പ്രതിഷേധം, ഇതെല്ലാമായി തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരുത്തൽ CPM വേണം. എന്നാൽ ആ തിരുത്തലിന് ശ്രമിക്കാതെ മറ്റു ചിലർക്കെതിരെ ഇതിൻ്റെ എല്ലാ കുറ്റങ്ങളും ചുമത്തിക്കൊണ്ടില്ലെങ്കിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു നയമാണ് CPM ശ്രമിക്കുന്നത്. എന്നാൽ അത് വിലപ്പോവില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യവും. കാരണം കൃത്യമായ മറുപടിയുമായി കോൺഗ്രസും BJPയും എല്ലാം തന്നെ രംഗത്തെത്തുമ്പോൾ അവിടെ ഇടതുമുന്നണിയും CPMഉം വലിയ രീതിയിൽ കൂടുതൽ പ്രതിരോധത്തിലാവുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. രജനി, തീർച്ചയായിട്ടും. എന്നാലും കോട്ടയത്തെ മാത്രമല്ല മിക്കയിടത്തെയും തോൽവി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയെങ്കിലും ഈ തിരിച്ചറിയൽ ഉണ്ടാകണം. ജനങ്ങൾക്ക് വേണ്ടത് ധാർഷ്ട്യവും മുഷ്കുമോ ഒന്നുമല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനം തന്നെയാണ്. അത് ഒരിടത്തും ഉണ്ടായില്ല. അത് തന്നെയാണ് ഈ തിരിച്ചടികൾക്ക് കാരണമായിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.